ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. രാഹുകേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. രാഹുകേതുക്കൾ കൊല്ലവർഷം 1200 ആണ്ട് ഇടവ മാസം 24-ാം തീയതി 2025 മെയ് 18-ാം തീയതി രാത്രി 7 മണിയോടുകൂടി രാഹുകേതുക്കൾ സ്ഥാനഭ്രംശം, അതായത് ഇതുവരെ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാഹു കുംഭൻ രാശിയിലേക്ക് മാറുകയും കന്നി രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു സിംഹൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്ന കാരണം കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഇതുവരെ ജന്മത്തിൽ നിന്നുകൊണ്ടിരുന്ന കേതു ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകളും ചർമ്മസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പലവിധ വിഘ്നങ്ങളും പലവിധ തടസ്സങ്ങളും ഒന്നും നടക്കാത്ത കാര്യങ്ങളും എത്ര ശ്രമിച്ചിട്ട് വിജയിക്കാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 7-ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ ഉചിതകരമായിട്ടുള്ളതാണ്, അനുകൂലമാണ് പറയുക. എന്ത് കാര്യം എടുത്ത് പ്രവർത്തിച്ചാലും കാര്യസാധ്യത കിട്ടാതെ പോയിരുന്ന 7-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുവിൻ്റെ മാറ്റം ഇവർക്ക് വളരെ ഗുണകരപരമായിട്ട് വരും എന്ന് തന്നെ പറയാം. രാഹുകേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളെ പറ്റി ഇവിടെ പരാമർശിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർക്ക് ജന്മത്തിൽ നിന്നിരിക്കുന്ന കേതു മാറുന്നതോടുകൂടി ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകളും ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ മാറി മരുന്നിൽ ഭേദമാകാനുള്ള സാധ്യതകളെല്ലാം വരുവാനുള്ള സാധ്യതകളും രോഗപീഠകളിൽ നിന്ന് മോചനങ്ങൾ നേടുവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ സുഹൃത്ത് സഹോദര ബന്ധങ്ങളിലുള്ള അലച്ചിലുകളും അല്ലെങ്കിൽ ഒലച്ചിലുകളും എല്ലാം മാറി ഐശ്വര്യ അഭിവൃദ്ധിയും വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത് കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങൾ എത്ര പ്രാവശ്യം പോയിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം 7-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അഭാവം കൊണ്ട് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇനി നടക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം 7-ൽ നിന്നും രാഹു 6-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കടബാധയിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യതയും രോഗാധിക്യത്തിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യതയും രോഗാധിക്യത്തിൽ നിന്നും ശമനം കിട്ടുവാനുള്ള സാധ്യതയും ശത്രുഭയത്തിൽ നിന്നും മാറുവാനുള്ള സാധ്യതയും ഭയാനകരപരമായിട്ടുള്ള ചിന്തകളിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യതകളും പലവിധ തടസ്സങ്ങളും മാറുവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഭവന നിർമ്മാണ സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യഥേഷ്ടം ആൾക്കാരും ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള കടബാധ്യതകളും ഭവന സംബന്ധമായിട്ടുള്ള ലോണുകളും മറ്റുള്ള ജപ്തി നടപടികളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നിന്നും മോചനം നേടുവാനും അല്ലെങ്കിൽ മാറിപ്പോകാനുമുള്ള സാധ്യതകളും ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രാഹുവിനെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചുകൊണ്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ കിട്ടി സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവിക സംബന്ധമായിട്ടുള്ള ഒരുപാട് സ്വത്ത് തർക്കങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ കേസ് വഴക്കുകളെല്ലാം നടന്ന് വിജയിക്കാതെ പോവുകയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വിവാഹ ബന്ധങ്ങൾ വേർവിട്ട് കുടുംബ കോടതി കയറി മതിയായി ഒന്നും ഒത്തുതീർപ്പാകാതെ നിൽക്കുന്ന ഒരു സംഭവത്തിൽ നിന്നും ഏതെങ്കിലും ഒരു തരത്തിൽ ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഇരുവരും ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് 2 വർഷക്കാർക്കും രണ്ടും വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു തീരുമാനവും കോടതി ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ നിന്നും മോചനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യവർദ്ധനവ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതകളും
അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുള്ള, ഒരുപാട് അപമാനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാവും. അതിൽ നിന്നെല്ലാം മോചനങ്ങൾക്ക് വേണ്ടി വരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ അവനവന് പേര് ദോഷം കേൾക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, കുടുംബത്തിൽ ഭാര്യ ഭർത്ത കലഹങ്ങളുണ്ടാകും. കാരണം 7-ൽ രാഹു നിൽക്കുന്ന കാലമായിരുന്നതുവരെയും. അതുപോലെ കുടുംബത്തിൽ നിന്ന് കലഹം ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരു മാസത്തിൽ 20 ദിവസവും വഴക്കും വർത്തമാനങ്ങളും വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയും അങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം മാറി അവിടെ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കന്നിരാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ ശുക്രനാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കുറേ കാലമായി 2-3 മാസമായി ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി മാറിക്കഴിഞ്ഞു പറഞ്ഞാൽ ഈ സ്ത്രീ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്നും സ്ത്രീകളാൽ അപമാനങ്ങൾ വന്ന് നേരിട്ടിട്ടുള്ള സാധ്യതകളെല്ലാം മാറി അതിൽ നിന്ന് മോചനങ്ങൾ വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. തൊഴിൽ മേലപ്പ് പുരോഗതി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം വിദേശ യാത്രകൾ കൊണ്ട് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുവാനുള്ള സാധ്യതയുണ്ട്. അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല വിദേശ സംബന്ധമായിട്ടുള്ള ജോലി വാഗ്ദാനങ്ങൾ മാത്രമല്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് രാഹുകേതുക്കളുടെ മാറ്റത്തോടു കൂടി. അതുപോലെ തന്നെ വിവാഹാദി, അതായത് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു വിവാഹ സംബന്ധമായിട്ടുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. 7-ാം ഭാവമാണ് വിവാഹസ്ഥാനം. ആ വിവാഹസ്ഥാനത്തിനെ മുടക്കി വിടുകയും പലവിധ ആലോചനകൾ മുടങ്ങിപ്പോവുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ മുടക്കുകയും ശത്രുക്കളാൽ മൂലം മുടക്കുകയും ചെയ്തിരിക്കുന്ന വിവാഹ ബന്ധങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള സാധ്യതകളും കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളും വിവാഹാദി മംഗളകർമ്മങ്ങളും ഇനിമേൽ ഇവിടുന്ന് അങ്ങോട്ട് ഏതെങ്കിലും സെറ്റാവാനും എൻഗേജ്മെൻറ്റ് നടക്കുവാനും വിവാഹം നടക്കുവാനുമുള്ള യോഗങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നെ പറയാം. ജന്മത്തിൽ നിന്നുള്ള കേതു 12-ാം ഭാവത്തിലേക്ക് മറഞ്ഞു പോകുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ഭാവത്തിൽ നിന്നും വിഘ്ന സംബന്ധമായിട്ടുള്ള തടസ്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഉപജീവന മാർഗം നടത്തുന്നവർ, സിനിമാ മേഖലയിൽ പറഞ്ഞ എല്ലാ വർക്കുകൾ ചെയ്യുന്നവർക്കും ഒരുപാട് ദോഷകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം നേടുവാനും ഉയർന്നു വരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ തീർച്ചയായിട്ട് കണ്ടുവരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ രാഹുകേതുക്കളുടെ മാറ്റത്തോടു കൂടിയിട്ട് കന്നിക്കൂറുകാരെ, അതായത് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നിക്കൂറുകാർക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് സംഭവം രാഹുകേതുക്കളുടെ ഉപദ്രവം കൂടാതെ ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ പലവിധ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ പറ്റും. ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലുകളെല്ലാം പുനരധിവദിക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ തൊഴിലിനെ പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യതകളും സഹായഹസ്തങ്ങൾ വരുവാനുള്ള സാധ്യതയും സഹായിക്കുന്നവരെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്കെല്ലാം തടസ്സങ്ങൾ നീങ്ങി വരുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെച്ചാൽ ജാതകവശാൽ ചിലപ്പോൾ നല്ല സമയമാണെങ്കിലും ഈ ചാരവശാലുള്ള സമയം കൊണ്ട് ചില ദോഷങ്ങളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് താനും. അത് കാരണം കൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ജാതകവശാൽ അനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ജാതകങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ രാഹുകേതുക്കളുടെ പിടിയിൽ നിന്നും മോചനം നേടി വരുന്ന സമയത്ത് രാഹു ദശാകാലമാണെങ്കിൽ രാഹുദശ ഗുണകരമായിട്ടും കേതു ദശാകാലമാണെങ്കിൽ കേതു ദശയിൽ നിന്നും കുറച്ച് ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും ഇവർക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് കാരണം ജാതകം പരിശോധിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് അർഹിക്കുന്ന
ആനുകൂല്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധു സമൂഹങ്ങളുമായിട്ട് ഒത്തുചേരുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളെല്ലാം ചിലപ്പോൾ വിട്ടുപോയ ബന്ധുക്കളെല്ലാം വിട്ടുവരുവാനുള്ള സാധ്യതകളും പുതിയ ബന്ധുത്വം പിടിക്കുവാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ ഇവിടുന്ന് രാഹുകേതുക്കളുടെ മാറ്റത്തിൽ നിന്നും വളരെ അനുകൂലപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.